ഡി കെ ശിവകുമാർ ചെറുപ്പത്തിൽ RSSകാരനായിരുന്നു, അറിയാലോ. നമസ്തേ സദാവത്സലെ കേട്ടാൽ അറിയാലോ. അതെ, അസംബ്ലിയിൽ അത് ചൊല്ലിയ ആളാണ്. അപ്പോൾ ഡി കെ ശിവകുമാർ തന്നെ പറയും, മോനെ അങ്ങോട്ടൊന്നും കയറി കളിക്കാതെ, അതൊക്കെ വെറുതെ ഡേഞ്ചറസ് കളികളാണ്, തിരിഞ്ഞു കടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നതേ ഉള്ളൂ ഈ പ്രിയങ്ക ഖാർഗെയുടെ ഏർപ്പാട്. ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആ ഒരു സംവിധാനം, അത് അങ്ങനെ ഒരു ഇതെങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടൊരു അനുവാദം ഉണ്ടല്ലോ അങ്ങനെ പ്രവർത്തിക്കാനുള്ള? അതിന് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയും. ഇതിപ്പോഴൊന്നും എത്ര കാലമായിട്ട് തുടങ്ങിയത് BOI എന്നാണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം വേണം, ദേ വിൽ ആസ്ക് യു, ആർ യു രജിസ്റ്റേർഡ് ചോദിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യം വേണ്ടെങ്കിലോ ഇന്ന് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫീഡർ ഓർഗനൈസേഷൻസ്, ഇതെല്ലാം രജിസ്റ്റേർഡാണ്. BMS രജിസ്റ്റേർഡാണ്, ABVP രജിസ്റ്റേർഡാണ്, BJP രജിസ്റ്റേർഡാണ്, സേവാഭാരതി രജിസ്റ്റേർഡാണ്, ഭാരതീയ വിചാരകേന്ദ്രം രജിസ്റ്റേർഡാണ്, തപസ്യ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ രജിസ്റ്റേർഡ്, ഐ എം നോട്ട് ഷുവർ കേട്ടോ. കാരണം തപസ്യ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് വാങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടോ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടോ പല രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇതിൻ്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. അതിൽ നിന്ന് എല്ലാവരും എനർജി ഡ്രോ ചെയ്യുന്നു, ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് 5 പൈസ വേണ്ട. അപ്പോൾ അതിൻ്റെ ചിലവിന് അതെന്താ ചെയ്യുന്നത്? അതാണ് ഗുരുദക്ഷിണ. ഗുരുദക്ഷിണ ആദ്യം ടാക്സബിൾ ആയിരുന്നു, പിന്നീട് ടാക്സബിൾ ആണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് കേട്ടോ. ഇത്തവണ ഈ ഡിബേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ മഹേഷ് ജേത്മലാനി എക്സിൽ പോസ്റ്റ് ചെയ്തു, പറ്റ്ന ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഗുരുദക്ഷിണ ഇത് ടാക്സ് എക്സെംപ്റ്റ് ചെയ്തു.